ഞാനും ഓനും കൂടിയിട്ട് ആദ്യമൊക്കെ ഒരു റൂമിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോടുള്ള പെരുമാറ്റ രീതി മാറിയപ്പോ ഞാൻ വേറെ റൂമില്. പെരുമാറ്റ രീതി എന്ന് വെച്ചാല് ഒരു ഉമ്മാക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മാനോട് മോന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഓൻ ചെയ്യുന്നതിന്റെ അടുത്ത് അതിന് കൂടെ കിടക്കാൻ പേടിയാ. കിടക്കാനും മാത്രമല്ല ഇപ്പൊ വീട്ടിന്റെ തന്നെ നിൽക്കാൻ പേടിയാ. ഓൻ വരിക വന്നു കഴിഞ്ഞൊക്കെ പേടിയാണ്. ചിലപ്പോ 4 കാലം കൂടി കുടിച്ച മണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. വെറും ഈ ഇങ്ങനെ ആ സാധനങ്ങളൊക്കെയാണ് മോൻ ഉപയോഗിക്കുന്നത്. ഉപദ്രവം നടത്തിയിട്ടുണ്ട്. അത് തന്നെയല്ല കൂടുതലായിട്ട് ഒരു മകനോട് മോൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, കേട്ടില്ലേ ഉമ്മ പറയുന്നത്? യാ അല്ലാഹ്, ഇത് നിരന്തരമായി നോക്കൂ. അഫ്ഫാന് സ്വന്തം ഉമ്മയും വല്യമ്മയും സ്വന്തം കൂടപ്പിറപ്പായ അനുജനെയും എളാപ്പയും ഇളയമ്മയും എല്ലാവരെയും വെട്ടിക്കൊന്നു സ്നേഹിക്കുന്ന പെണ്ണിനെയും വെട്ടിക്കൊന്ന സംഭവം നാം കേട്ടു. അതിന് ഉമ്മ രക്ഷപ്പെട്ടു. അതും ജീവൻ മരണത്തിന്റെ അവസ്ഥയിൽ. ആ ഒരു ഞെട്ടൽ മാറുന്നതിന് വീണ്ടും ഒരു ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 19 വർഷം മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ അരികിൽ പോയി ആ ഉമ്മയോട് പെരുമാറിയത് നമുക്ക് വാർത്താ മാധ്യമങ്ങൾ കേട്ടു. ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നാം നടിക്കുകയാണ്. വലിയ സങ്കടം എന്ന് പറയട്ടെ. ഈ അടുത്തൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഉസ്താദ്, ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു പള്ളി കാണുന്നുണ്ടല്ലോ, ആ പള്ളി, ഞാനിപ്പോ ആ പള്ളിയോ വ്യക്തിയോ ഒന്നും പറയാൻ പോകുന്നില്ല, അത് ഞാൻ പള്ളിയുടെ ഉത്തരവാദിത്വ സ്ഥാനത്ത് ഇതിന്റെ കമ്മിറ്റിന്റെ ഒരു മെയിൻ ആളായിരിക്കുന്ന സമയത്താണ് ആ പണി ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇയാൾക്ക് അല്ലാഹു കൊടുത്ത ഈ അതിമഹത്തായ പദവി, പള്ളിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹി എന്ന് പറയുന്ന അള്ളാഹു നൽകുന്ന അതിമഹത്തായ ഒരു സ്ഥാനം, ഈ സ്ഥാനത്തിൽ ഇയാൾ ചെയ്തതാ പറയുന്നത്. ഞാൻ പള്ളിയുടെ ആ പൈൻറ്റും ആ പള്ളി, ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ പള്ളിയുടെ പെയിന്റ് അടിക്കലും ആ പള്ളിക്ക് POP ഒക്കെ വെക്കലും അല്ലെങ്കിൽ ലേസി ഇടലും ടൈൽസ് ഒട്ടിക്കലും അല്ലെങ്കിൽ ആ പള്ളിയും അതുപോലെ പള്ളിയുടെ വരവ്, അതുപോലെ ചെലവ് നിയന്ത്രിക്കുക, വന്തിക വാങ്ങുക, അതുപോലെ പള്ളിയിൽ കുത്തുബിത്തിന്റെ സലാത്തുണ്ട്, ഇത്തരത്തിലുള്ള വിഷയത്തിലൊക്കെ കറയിട്ടുണ്ട്. ഇതിനാണോ കമ്മിറ്റി? അല്ല, ഇതിനാണോ കമ്മിറ്റി? ഇതിന് ഒരു കമ്മിറ്റിയുടെ ആവശ്യമുണ്ടോ? പരിശുദ്ധ ദീൻ അങ്ങനല്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ പറയുന്നത്. അതിന് കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ. കമ്മിറ്റി എന്തിനാണുള്ളത്? ഇത് ഞാൻ എന്തിന് പറയുന്നു എന്ന് പറയുമ്പോ, ഇത്തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ വീട്ടിൽ നടന്നിരുന്നെങ്കിലാ, നമ്മുടെ ഉമ്മയിലോ നമ്മുടെ പെങ്ങന്മാരിലെങ്കിലും നടന്നിരുന്നെങ്കിലാ, നമ്മൾ ചിന്തിക്കണ്ടേ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇന്ന് അഫ്ഫാൻ ഇത്രയും വലിയ കൊലയാളിയാകാനും ഈ ഫയാസ് ഇത്രയും അക്രമം ചെയ്യാൻ, അതുപോലെ ഒരുപാട് ആളുകൾ കൂടപ്പിറപ്പ് കൂടെ കടന്നുറങ്ങിയവനെ വെട്ടിക്കൊന്ന സംഭവം നാം കണ്ടവരാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ഇതിനൊന്നും കമ്മിറ്റിയുടെ ആവശ്യമില്ല. പള്ളിയുടെ വരവ് ചെലവ് നിയന്ത്രിക്കാനും നിർമ്മാണ പ്രവർത്തനവുമായി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അന്തികമാണ്. ഇതിന് കമ്മിറ്റിയിൽ വേണ്ടെന്ന പരിശുദ്ധ ദീൻ പറയുന്നത്. കമ്മിറ്റി എന്നുള്ളത് എന്തിനാണ്? ഇത്തരത്തിലുള്ള കാര്യം ഒറ്റയ്ക്ക് ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു? ബഹുനില കെട്ടിടങ്ങൾ, അതുപോലെ വലിയ വലിയ ഹോട്ടൽ, വലിയ വലിയ റെസ്റ്റോറന്റ്, വലിയ വലിയ സ്കൂളുകൾ, ഇതൊക്കെ ഒരു മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ഇത്തരത്തിലുള്ള ആളുകൾ ഇത് നിയന്ത്രിക്കുന്നു. എത്ര റാഹത്തോടു കൂടി നിയന്ത്രിക്കുന്നു. ഇതിലേക്ക് ഈ വരവ് ചെലവും മറ്റും അന്തിക സന്ധിക്ക് ഇത്തരം നിയന്ത്രിക്കാൻ ഒരാളെ ശമ്പളത്തിന് നിർത്തിയാലുണ്ടല്ലോ, അയാളെ കൃത്യമായി നിർവഹിക്കും. അതിന് ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല, അതിനൊരു വ്യക്തി മതി. കമ്മിറ്റി എന്തിനാ ഉള്ളതറിയോ? പരിശുദ്ധ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ മഹത്തായ ഈ പദവി വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല എങ്കിൽ മാമിൻ ഖൗമിൻ യസ്തർഇ ഇല്ലാ റഅയത്തിൻ ഫലം യുഅതഹ, ഒരാൾക്ക് അല്ലാഹു മഹത്തായ പദവി അല്ലാഹു നൽകി, ഉത്തരവാദിത്വം നൽകി, എന്നിട്ടോ ബിനസീഹത്തിൻ, അയാളെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടില്ല. എന്നാൽ ഇല്ലം യജിദ് റാഹിയത്തുൽ ജന്ന,
സ്വർഗം കിട്ടൂലെന്നല്ല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവനിക്ക് കിട്ടൂല എന്ന. പള്ളിയുടെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്യം എന്നുള്ളത് യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൂന അനിൽ മുൻകർ, നികൃഷ്ടമായ കാര്യങ്ങളെ തടയുന്ന. ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി കാണും, ഒരു മഹല്ലത്ത്, ഒരു ജമാഅത്ത്, മഹല്ല് പരിപാലനത്തിന് വേണം. ആ നാട്ടിന്റെ എല്ലാ ആളുകളുടെ ക്ഷേമങ്ങളെ കുറിച്ചും ആ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരെ കൂടെ നിൽക്കുന്ന ഒരു കമ്മിറ്റി ആവശ്യമുണ്ട്. അതല്ലാതെ ഉസ്താദന്മാർ നിർത്തലും, അവരെ വിടലും, അവർക്ക് ശമ്പളം കൊടുക്കലും, അതുപോലെ വന്തിക വാങ്ങലും, ഇതിന് കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഇത് ആവശ്യമില്ല, ചിന്തിക്കും. നാട്ടിൽ കമ്മിറ്റി വേണ്ടത് അങ്ങനെ. ഇവിടെ പള്ളിക്ക് ഉണ്ടാക്കി അല്ലാഹുവിന്റെ റസൂൽ, മഹാരഥന്മാർ, ഇവർക്ക് എന്തിനാ ഉണ്ടാക്കിയത്? 5 നേരത്തെ നിസ്കരിക്കാൻ വേണ്ടിയാണോ? ഇബാദത്തിന് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അമ്പിയാക്കളൊക്കെ ഇവിടെ ലോകത്ത് വന്നല്ല, അവരെന്തിനാ വന്നത്? തിന്മയെ തടയാൻ വേണ്ടിയാണ്. തിന്മയെ തടയാൻ നമ്മുടെ മനസ്സിൽ ഒരു മനസ്സ് പോലും വന്നില്ല എങ്കിൽ നമുക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ എത്രത്തോളം അറിയോ? മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു തന്ന ഈ ഉത്തരവാദിത്വ കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊൽ, ഓരോരുത്തരും അള്ളാഹു ചോദിക്കും. അള്ളാഹു സായിറാണ്, അള്ളാഹു ചോദിക്കും നമുക്ക് തന്ന ഉത്തരവാദിത്വത്തെ കുറിച്ച്. ഹഫിള അം വയ്യ, നീ അത് നന്നായി അത് ഉപയോഗിച്ചു, അല്ല അതിൽ നിന്ന് വീഴ്ച വരുത്തി എന്ന് ചോദിക്കും. അള്ളാഹുയുടെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമുക്ക് തന്ന ഈ ഒരു പദവി ഉപയോഗിച്ച് അതിൽ ഒന്നും നാം ചെയ്യുന്നില്ല, ഒരു ഗുണവും ചെയ്യുന്നില്ല. നാം ചെയ്യുന്നത് വരവ് ചെലവ് കണക്കും, പിന്നെ ജനറൽ ബോർഡ് വിളിച്ച് ആ റിപ്പോർട്ട് ഒന്ന് വായിച്ച് വീണ്ടും ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ്, വീണ്ടും കമ്മിറ്റി പരാതികൾ അവർ നടത്തുന്നത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ലഹരിക്കടിമയായ ആളുകൾ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വ്യഭിചാരങ്ങൾ നടക്കുന്നുണ്ടോ, അനാചാരങ്ങൾ നടക്കുന്നുണ്ടോ, ചിന്മകൾ നടക്കുന്നുണ്ടോ, അവരെങ്ങനെ ഉപദേശിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത് നാം ചെയ്യണം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടോ, ഇത് കമ്മിറ്റിക്കാർ അങ്ങനെ വിചാരിച്ച നടക്കോ? നടക്കോ ഇല്ല. അതിനെക്കുറിച്ച് നാം ചിന്തിക്കാനേ പാടില്ല. 950 വർഷം, 1000 വർഷം, അതിൽ 50 വർഷം ഒഴികെ എന്ന് പറഞ്ഞാൽ 950 വർഷത്തോളം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്തു. കുറച്ചാളുകളെ വന്നിട്ടുള്ള ദീൻ. എന്നാലും നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത സ്ഥാനം എന്ത്? 1,00,000 ചില്ലാർ അൻബിയാ മുർസലിന് 25 ആളുകളുടെ പേര് ഖുർആനിൽ പറഞ്ഞു. അതിലും നൂഹ് നബി ഉണ്ട്. അതേ സമയത്ത് നൂഹ് നബിയിലെ ഉലുൽ അസ്മിലും നൂഹ് നബി ഉണ്ട്. നൂഹ് നബി ഒരുപാട് ആളുകൾ ദീന് കൊണ്ടുവരാൻ സാധിച്ചില്ല, പക്ഷേ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. നാം നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം. നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അവർ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ. ഉപദേശം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം നാം പറയാറുണ്ടല്ലേ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ശനിയാഴ്ചയാണ് ജുമാ ദിവസം, വെള്ളിയാഴ്ച പോലെ. ആ സമയത്ത് മീന് പിടിക്കാൻ പോകരുതെന്ന് പറഞ്ഞു, മീന് പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. ചില ആളുകൾ മീന് പിടിക്കാൻ പോയപ്പോ അവരിൽ കുറച്ചാളുകൾ വിരോധിച്ചു, മീന് പിടിക്കാൻ പോകരുത് എന്ന്, കാരണം അതിന് നിഷിദ്ധമാണല്ലോ എന്ന് പറഞ്ഞു. അവിടെ 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം മീന് പിടിക്കാൻ പോകുന്ന വിഭാഗം, മറ്റൊരു വിഭാഗം മീന് പിടിക്കാൻ പോകുന്നതിന് തടയുന്ന വിഭാഗം. 2 വിഭാഗം. മൂന്നാമതൊരു വിഭാഗം ഉടലെടുത്തു. നമ്മുടെ നാടിലേക്ക് ഉടലെടുക്കുന്നത് പോലെ അല്ല, അവർ പോട്ടെ, അവർ പോകുന്ന എന്താ പ്രശ്നം? അവരെന്ത് വേണമെങ്കിൽ തിന്മ ചെയ്തോട്ടെ, അവർ പോയാൽ അവർക്ക് അള്ളാഹ് അവരെ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹ് അവരെ ശിക്ഷിക്കുമല്ലോ. നാം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അവർ വേണ്ടതുപോലെ ചെയ്യട്ടെ, അത് നിങ്ങൾ എന്തിനാണ് വയന്ന് പറയുന്നത്? 3 വിഭാഗമായി അവിടെ. ഒന്ന്, നിഷിദ്ധമായ കാര്യം ചെയ്യുന്ന മീൻ പിടിക്കാൻ പോകുന്നത്. രണ്ടാമത്തത്, എന്തിനാണ് ഉപദേശിക്കുന്നത്, അവർക്ക് വേണ്ടത് അവർ ചെയ്തോട്ടെ. മൂന്നാമത്തത്, ഈ കാര്യത്തെ തടയുന്നവർ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ശിക്ഷ ഈ 2 വിഭാഗത്തെയും അള്ളാഹു നശിപ്പിച്ചു. 2 വിഭാഗത്തെ കുരങ്ങന്മാരാക്കി വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉപദേശം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഉസ്താദ് ഉപദേശം പറഞ്ഞ? കൃത്യമായി ശമ്പളക്ക് കിട്ടുന്നുണ്ടല്ലോ, കൃത്യമായ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ, എന്തിൽ പറയണം? വെള്ളിയാഴ്ച ജുമയിലൊക്കെ ഇതൊക്കെ എങ്ങനെ സൂചിപ്പിക്കണം? അങ്ങനെ പറയുന്നവരെ നാം കേട്ടാലും നാം ആ വിഭാഗത്തിൽപ്പെടും. നമ്മുടെ ദൗത്യം നാം അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും.
രണ്ട് മലക്കുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ലഹരിയും വ്യഭിചാരവും ചിന്തകളും സ്വന്തം ഉമ്മയെ പേടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി നടന്നാൽ പിന്നെ അള്ളാഹു അടുത്തതായി ചെയ്യുന്നത് ആ നാടിനെ അള്ളാഹു നശിപ്പിക്കുമെന്നാണ്. മഴയില്ലാതെയാകും, ആ നാട്ടിന്റെ ബർക്കത്തെല്ലാം അള്ളാഹു ഊരിക്കളയും. ചിലപ്പോൾ നാടിനെ ആദ്യ സമൂഹത്തിനെ പോലെ ഹൂദ് സമൂഹത്തിനെ പോലെ ലൂത്ത് നബിയുടെ സംഭവം എല്ലാം നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കണ്ടില്ലേ, പ്രകൃതി വികോപങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ. ആ സമയത്ത് രണ്ട് മലക്കിനോട് പറയും ആ നാട് നശിപ്പിക്കണമെന്ന്. അവർ വരും നശിപ്പിക്കാനായി വരുന്ന സമയത്ത് ആ സമയത്ത് ഹദീസിൽ പറയുന്ന അവിടെ ഒരു ആബിദായ ഒരു നല്ല മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുയെ, ഒരു മലക്ക് പോകും, അള്ളാഹുവിനോട് പോയി പറയും റബ്ബന വജദ്ന, അള്ളാഹു അബ്ദൻ ഖായിമൻ യുസല്ലി, നിനക്ക് വേണ്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനുണ്ട് റബ്ബേ, എങ്ങനെയാണ് ആ നാട് നശിപ്പിക്കുക? സാധ്യമല്ല. അള്ളാഹു പറയുന്ന ആദ്യം അവനെ തന്നെ നശിപ്പിക്കുന്ന. അലക്ക് വന്ന് പറയും അവർ വലിയ പള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല മനോഹരമായ ഒരു ഇമാമിനൊക്കെ നിർത്തിയിട്ടുണ്ട്, അങ്ങനെ അവർ നല്ല വരവ് ചെലവ് കണക്ക് കൃത്യമായി പള്ളിയൊക്കെ നോക്കുന്നുണ്ട്. നബി, എങ്ങനെയാണ് ആ പള്ളിയും ആ നാട്ടുകാരെ കമ്മിറ്റിയെ നശിപ്പിക്കാന്ന് മലക്ക് പോയി പറയും. മലക്ക് അള്ളാഹുവിനോട്. അള്ളാഹു പറയും ആദ്യം ആ കമ്മിറ്റി ഭാരവാഹികളും അവരെയാണ് പിടികൂടേണ്ട ശിക്ഷ. അവരെ മുഖത്തേക്കൊന്ന് പോയി നോക്കുന്നു പറയും. ഇത് ഹദീസ് ഉള്ളതാണ്, എന്റെ വക പറയല്ല. അവരെ മുഖത്തേക്ക് നോക്കൂ. നാട്ടിൽ ഇത്രയും അനാചാരം, ലഹരിയും ഉമ്മയും സ്വന്തം പെങ്ങളെയും എല്ലാം പേടിപ്പിച്ചുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞുകൊണ്ട് ഇത്രയും ചിന്തകൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു മനപ്രയാസം പോലും അവരെ മുഖത്തില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ശിക്ഷിക്കൊണ്ട് അവരതാണ്. അവരുടെ ഇബാദത്തോ അവരുടെ പള്ളിയോ അവരുടെ ജമാഅത്തോ അവരുടെ നാടൊന്നും എനിക്ക് വേണ്ട, അവരങ്ങ് മൊത്തം നശിപ്പിച്ചു കളയും. ആദ്യം ആ കമ്മിറ്റി ഭാരവാഹികളെ തന്നെ പിടികൂടാൻ പറയും. നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയായിരിക്കണം നാം അത് രംഗത്തിറങ്ങി ഇങ്ങനെ പ്രവേശിച്ച് നാം ഈ നല്ലതിലേക്ക് ഹൈറിലേക്ക് ക്ഷണിക്കുക, ബിൽ മാറൂഫ് നല്ലത് കൊണ്ട് കൽപ്പിക്കുക, നികൃഷ്ടമായ കാര്യങ്ങൾ വിരോധിക്കുക. ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടത് നടക്കുവോ സാധിക്കുവോ? ഇത് അവർ ഉൾക്കൊള്ളട്ടെ ഉൾക്കൊള്ളാതിരിക്കട്ടെ, അത് അവർക്ക് വിട്ടതാണ്. നമ്മുടെ കഴുത്ത് എന്താണ്? നമ്മുടെ കൈ കൊണ്ട് തടയാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മക്കളാണ്, ചെറിയ മക്കളെ 19 വർഷം എന്നെല്ലാം പറയുന്ന ചെറിയ മക്കളാണ്, കൈ കൊണ്ട് സാധിക്കും. അങ്ങനെ ഇല്ലം നഷ്ടത്തി, അതിന് സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ടെങ്കിൽ ഉപദേശിക്കണം. അതിനും സാധ്യമല്ല ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ ഹദീസ് കൊണ്ട് എന്ത് മനസ്സിലായി? തിന്മയെ തടുക്കുക എന്നുള്ളത് ഒരാൾക്കും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന്. കാരണം കൽബ് കൊണ്ട് തടയാൻ സാധിക്കാത്തവർ ആരുണ്ട്? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റാത്തവർ, അതൊന്ന് വെറുപ്പോടു കൂടി കാണാൻ പറ്റാത്തവർ ആരുണ്ട്? ഇതൊന്നും അവർ ചെയ്തോട്ടെ, നമുക്കെന്താ അല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഇടപെടണം. ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതല്ലാതെ ഈ വരിസംഖ്യ വാങ്ങലും ചെലവ് നിയന്ത്രിക്കലും മറ്റു കാര്യങ്ങൾ അതിന് ഒരാളെ നിയമിച്ചാൽ മതി. നിങ്ങൾ ഇത് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ മഹല്ലത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്, അതൊരു കമ്മിറ്റി ആവശ്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതല്ലാത്ത ഇത്തരത്തിലുള്ള കണക്കിനെല്ലാം ഒരു വ്യക്തി നിയന്ത്രിക്കും. ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ ഒറ്റക്കൊരു മാനേജർ എത്ര മനോഹരമായി നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും കമ്മിറ്റിയിൽ വന്നിരുന്ന മീറ്റിംഗ് എപ്പോഴും പ്രശ്നമാണ്. അവിടെ എത്ര ചെലവ്, ഇതെവിടെ ഇത്ര ചെലവ്, ഇതേ കാര്യമാണ്. അങ്ങനെ ഒരാൾ നിയമിച്ചാൽ കൃത്യമായി എല്ലാം നോക്കിയാൽ അയാൾക്ക് ശമ്പളം കൃത്യം നോക്കിയാൽ മതി. അയാളുണ്ടെങ്കിൽ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യത്തെ കൃത്യമായി. കമ്മിറ്റിക്കാരനല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ആ രീതിയിലാണ്. ഇതിനൊന്നും അല്ല നിങ്ങളെ നിയമിക്കുന്നത്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പലരും പറയാറുണ്ട്, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്, ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്, ഞാൻ അവിടുത്തെ ട്രഷറർ ആയിരിക്കുമ്പോഴാണ് അവിടെ പള്ളി അങ്ങനെ ചെയ്തത്, അവിടെ ഇങ്ങനെ ചെയ്തത്, മറ്റും ചെയ്തു. അതൊന്നും പറയരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരമാണ്. അതിനു വേണ്ടി ഇവിടെ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെയായി നിങ്ങൾ രംഗത്തിറങ്ങണം. അവർ അനുസരിക്കട്ടെ അനുസരിക്കാതിരിക്കട്ടെ, അത് അവർക്ക് വിട്ടതാണ്. അവരെ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നാം ഇത് ചെയ്തില്ല എങ്കിൽ ആ നാടിനെ അല്ലാഹു നശിപ്പിക്കുമെന്നാണ്. ആ നാടിന്റെ കച്ചവടത്തിൽ, ആ നാടിന് എല്ലാവിധ ബർക്കത്തുകൾ അല്ലാഹു ഊരിക്കളയുമെന്നാണ്. ഇന്ന് അതല്ലേ നമ്മുടെ നാടുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഇത് ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടിൽ പരസ്പരം കുടുംബങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാവരുത്. ഉണ്ടായാൽ അതിനെ ശരിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ മഹല്ല് കമ്മിറ്റിൻ്റെതാണ്. അതിൽ ഇടപെടണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു ആള് പ്രായം വെച്ചിട്ട് വിവാഹം കഴിക്കാതെ അങ്ങനെ പ്രയാസത്തിൽ കഴിഞ്ഞ് ആ ഒരു പെൺകുട്ടി ബാക്കിയായാൽ ചിലപ്പോൾ ചെറിയ ജമാഅത്താവും. നിങ്ങൾക്ക്
പരിചയമുള്ള മറ്റു ജമാഅത്തുകളൊക്കെ കൂട്ടിയോജിപ്പിച്ച് ആ പെൺകുട്ടികൾക്ക് നല്ലൊരു നിക്കാഹ് ചെയ്ത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞ ശേഷം പറഞ്ഞ 10 പവൻ കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമായിരിക്കും പോയ വീട്ടിൽ. അതൊക്കെ കമ്മിറ്റിക്ക് ശ്രദ്ധയിൽ വേണം. ആ വന്ന സമയത്ത് അതിലേക്ക് ഇടപെടണം. എല്ലാ മഹല്ലത്തിലും എല്ലാ ക്ഷേമ പ്രവർത്തിയിലൊക്കെ കമ്മിറ്റിയുടെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ നാട്ടിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് അവിടുത്തെ ഖത്തീബ് ഉസ്താദ് ബോധ്യപ്പെടുത്തുന്ന സമയത്തൊക്കെ അത് കൃത്യമായി കേട്ട് ആ നാട്ടിലുള്ള ന്യൂനതകളെ മനസ്സിലാക്കിക്കൊണ്ട് രംഗത്തിറന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ മുന്നിൽ വരേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാതെ പള്ളിന്റെ ഈ ഇത്തരം ചെറിയ വിഷയങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, ഇത് തന്നെയാണ് വലിയ ഒരു ഉത്തരവാദിത്വമാണ്. കൃത്യമായി അതിന്റെ കണക്കൊക്കെ ജനറൽ ബോർഡിൽ വായിച്ചത് കൊണ്ട് ഉത്തരവാദിത്വം രക്ഷപ്പെട്ടു എന്ന് ഒരാൾ വിചാരിക്കരുത്. ഇത് സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പലരും അങ്ങനെ ചിന്തിച്ചു പോയി. പലരുടെ സംസാരം ആ രീതിയിലാണ്. ഞാൻ ഇരിക്കുമ്പോഴാണ് അത് ചെയ്തത്, നീ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ നന്മയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അത് നിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. നീ ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ ഇമാം ജമാഅത്തിന് 10 ആള് വന്ന സമയത്ത്, നീ പള്ളിയുടെ പ്രസിഡന്റ് ആയ സമയത്ത് ഒരു 20 ആളുകൾ ഇമാം ജമാഅത്തിന് വരുന്നുണ്ടോ? അത് നീ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം. അത് ഒറ്റക്കൊരാൾക്ക് സാധിക്കൂല. ഒരു ഖത്തീബ് പള്ളിയിൽ പ്രസംഗിച്ചത് കൊണ്ട് അത് സാധിക്കൂല. അത് സാധിക്കുവാണെങ്കിൽ അള്ളാഹു ഒരു കമ്മിറ്റിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുമായിരുന്നില്ല. കാരണം ഉമ്മത്തും, ഒരു വ്യക്തി മതിയാവും, അതിൽ ഉമ്മത്ത് വേണം എന്നാ പറഞ്ഞത്. കാരണം അത് ഒറ്റക്ക് സാധിക്കുന്ന കാര്യമല്ല. മറ്റുള്ള കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രം ചെയ്തിട്ട് വലിയൊരാളായി നടിക്കരുത്. ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട കാര്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഹദീസിൽ അള്ളാഹു അങ്ങനെ പറയുന്നുണ്ട്, ഒരു നാട്ടിൽ ഒരു തിന്മ നടക്കുന്നുണ്ട്, ആ തിന്മയെ നാം തടഞ്ഞില്ല എങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നാണ്. അത്തരക്കാർ, നിനക്കതിന് കഴിയുന്നില്ലേ? നാട്ടിൽ ഒരു തിന്മ നടക്കുന്നുണ്ട്, അതിനെ തടഞ്ഞിട്ട് അവിടെ നന്മ പ്രവർത്തിക്കാണ്, നാട്ടിൽ പാവങ്ങളെയും അതുപോലെ അവരുടെ കണ്ണീർ ഒപ്പാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലേ? നീ ആ പദവിയിൽ കയറരുത്. അതിന് സാധ്യമുള്ളവരവിടെ കൊണ്ടുപോകണം. നീ എന്ത് നശിപ്പിക്കണം നാടിനെ? നിനക്കതിൽ സാധ്യമല്ലെങ്കിൽ നീ അത് പദവിയിൽ കയറി പറയുന്നത് എനിക്ക് സാധ്യമല്ല, ഈ നാടിന്റെ ചിഹ്നക്കെതിരെ മുന്നോട്ട് വരാൻ എനിക്ക് സാധ്യമല്ല, അതിന് കഴിവ് ഇന്നാലിന്ന ആളെ കൊണ്ട് അയാളെ കൊണ്ടുവാ. നീ അവിടെ ഇരുന്ന് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ നീ അവിടെ ഇരുന്ന് അഹങ്കരിച്ചാൽ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. എനിക്ക് വലിയ സമ്പത്തുണ്ടായിരിക്കാം, ആ സമ്പത്തിന്റെ പേരിൽ പള്ളി പ്രസിഡന്റ് ആകാനോ കമ്മിറ്റി ഭാരവാഹിയാകാനോ പോകണ്ടാണ്. കൃത്യമായി നല്ല ദീനിയായ നിനക്ക് ജീവിക്കാനും മറ്റുള്ളവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? പുറത്തുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം. നിർവഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒത്തായ റസൂൽ പറഞ്ഞു, ലം നജിദ് റാഹിയത്തുൽ ജന്ന, സ്വർഗം നിനക്ക് കിട്ടൂലെന്നല്ല, സ്വർഗത്തിന്റെ ഒരു മനം പോലും, അവിടുത്തെ ഒരു ഗന്ധം പോലും നിനക്ക് കിട്ടൂല. അള്ളാഹു കാക്കട്ടെ. ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയം. മഹല്ല് പരിപാലനം എന്ന് പറഞ്ഞാൽ അതാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മഹല്ല് പരിപാലിക്കുന്നതാണ് അതിന്റെ അർത്ഥം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ വരവ് ചെലവ് നിയന്ത്രിക്കുന്നല്ല, മഹല്ല് പരിപാലനയാണ്. ഇത് നടന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇനിയും ആവർത്തിച്ചു വരും. നിരന്തരമല്ല എന്റെ പ്രിയമുള്ളവരെ. നമ്മുടെ നാടിനെ ലഹരി മുക്തമായ നാടാക്കണ്ടേ, വ്യഭിചാരമുക്തം. ഇന്ന് ചില കമ്മിറ്റി ഭാരവാഹികൾ തന്നെ ഇത്തരത്തിന്റെ അടിമകളാണ്. ഏറ്റവും വലിയ വ്യഭിചാരി തന്നെയായിരിക്കും അവിടുത്തെ കമ്മിറ്റിന്റെ ഏറ്റവും വലിയ ആളാണ്. ഏറ്റവും നല്ല കള്ളുകുടിയനും ഏറ്റവും നല്ല മറ്റെല്ലാ വിഷയത്തിലും പലിശയും ഏർപ്പെടുന്ന ആളായിരിക്കും. പിന്നെ എവിടെ നാട് നന്നാകാൻ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും വെറുതെ വിടുകയില്ല. ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്. ഓരോ മഹല്ലത്തിനും ഇത്തരത്തിലുള്ള പ്രവർത്തനം സജീവമാക്കണം. അവിടുത്തെ ഉസ്താദിനെ കൂട്ടണം. ആ പ്രവൃത്തിയിൽ ഉസ്താദിനെ കൂട്ടിക്കൊണ്ട് ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടിനിടയിൽ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. പാപങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അതുപോലെ ഞാൻ പട്ടിണിയായി കിടന്ന് മരിച്ചു എന്ന് വിചാരിക്കുക, അള്ളാഹു ചോദിക്കൂല നീ എന്തേ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് ചോദിക്കൂല. അതേസമയത്ത് എന്റെ അയൽവാസി പട്ടിണി കിടന്നാൽ അള്ളാഹു ചോദിക്കും. ആ മഹലിന്റെ ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തുണ്ടായിട്ട് ആ മഹല്ലത്തിൽ ആരെങ്കിലും പട്ടിണി കൊണ്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടോ സങ്കടപ്പെട്ടത്, അതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ഉണ്ടാവും. അവർ ദാരിദ്ര്യപ്പെടുമ്പോൾ നീ എവിടെയായിരുന്നു? അവർ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, എന്നെന്ത് നീ സന്ദർശിച്ചില്ല അള്ളാഹു ചോദിക്കും. അന്ത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവായ അള്ളാഹു, നീ എപ്പോഴാണ് രോഗിയായത് നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നാലിടും അവന്റെ ജമാഅത്ത് രോഗിയായിരുന്നല്ലേ,
നീ സന്ദർശിച്ചോ, അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നീ ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ അതിനെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ നാം ഗൗരവത്തോട് കണക്കിലെടുത്ത് അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഭാഗത്ത് ചെയ്യണം. അതിന് സാധ്യമല്ലെങ്കിൽ നാം ആ പരിപാടി തന്നെ ഒഴിവാക്കി അതിന് അർഹരായവരെ കൊണ്ടുവന്ന് ആ നാടിനെ നന്നാക്കിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇതിൽ ഒരു പള്ളിയുടെ ഖത്തീബോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കമ്മിറ്റിന്റെ ഓരോരുത്തരും അല്ലേ, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ശരീരം തന്നെ ഒരു കമ്മിറ്റിയാണ് അല്ലേ. ഞാൻ മനസ്സിലെന്തെങ്കിലും ചിന്തിക്കുന്നു, ഉദാഹരണത്തിന് ഒരു ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ചിന്തിച്ചാൽ ഇത് നടക്കുമോ? ഇല്ലല്ലോ. ഇതിനു വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം? എന്റെ കൈ കൊണ്ട്, എന്റെ കൈ അല്ലേ, കൈ രണ്ട് സെക്രട്ടറി എന്ന് വിചാരിക്കുക, ഈ കൈ കൊണ്ടല്ലേ ചിലപ്പോ ഇതിന്റെ ക്യാമറ ഓൺ ആക്കേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും, അതിന് ഇത് പ്രവർത്തിക്കണം. അതുപോലെ കണ്ണുകൊണ്ട് ഞാൻ കൃത്യമായി നോക്കണം ഇതൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. എന്റെ ബായ് കൊണ്ട് കൃത്യമായി ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരണം, എന്റെ കാല് കൊണ്ട് ഞാൻ നിൽക്കണം. അപ്പൊ ഇതൊക്കെ കൃത്യമായി പ്രവർത്തിച്ചാൽ ഈ ഒരു വീഡിയോ ഉണ്ടാകും. വീഡിയോ ഉണ്ടാകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതിയാൽ പോരല്ലോ. അതേസമയത്ത് ഒരു പ്രസിഡന്റ് തീരുമാനിച്ചാൽ പോരാ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ അവർ കൂടെ നിൽക്കണം. പ്രസിഡന്റ് ഇങ്ങനെ തീരുമാനിക്കണം, നന്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യണം എന്നുള്ള കാര്യം ചിന്തിക്കുന്നു. മറ്റുള്ളവരൊന്നും സഹകരിച്ചില്ല, അത് നടക്കുന്ന കാര്യം. നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. അതുപോലെ നമ്മുടെ മെമ്പർമാർ കൃത്യമായി പ്രവർത്തിച്ചാലൊക്കെ നമുക്ക് നടക്കും. നമ്മുടെ ആളുകൾ പരിഹസിക്കും. നമ്മുടെ ജമാഅത്തുള്ളതിന് കഴിവുള്ള ആളുകളെ അതിന് ഉൾപ്പെടുത്താമല്ലോ. കമ്മിറ്റിക്കാർ മാത്രം ചെയ്യണമെന്നല്ല, ജമാഅത്തുകാരും ഇതിന് ഉത്തരവാദികളാണ്. ഒന്നിനും പറ്റാത്ത ആളുകളെ കമ്മിറ്റിയിൽ നിങ്ങൾ കൊടന്നു വന്നിട്ട് ആ നാട്ടിൽ ഒരു ഗുണവും ഉണ്ടായില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, അവരാരാണ് അവരുടെ പേര് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ജനറൽ ബോർഡ് നടക്കുന്ന സമയത്ത് ഒരാളെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്നാണ് സെക്രട്ടറി ആക്കണം, പ്രസിഡന്റ് ആക്കണം, കമ്മിറ്റി ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരും നാളെ ഉത്തരവാദി പറയേണ്ടി വരും. ആ കഴിവില്ലാത്ത ആള് എന്തിനാണ് അതിനെ നിയമിച്ചത്? ഒന്നിനും കഴിവില്ലാത്ത ആള് ചിലപ്പോൾ പണം തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടാവും, അതിന്റെ പേര് എന്തുകൊണ്ട് പേര് പറഞ്ഞു? ഒരിക്കലും അതിന് കഴിവില്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവന്റെ പേര് പറയാനോ അവനെ സൂചിപ്പിക്കാനോ നിങ്ങൾ പോകരുത്. അവനതിന് കൃത്യമായ കഴിവുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നാം പേര് സൂചിപ്പിക്കാൻ പറ്റൂ. അതല്ലാതെ നമുക്കെന്തെങ്കിലും ലാഭത്തിന്റെ പേര് ഒരാളുടെ പേര് പറഞ്ഞ് നാമും അതിന്റെ ഉത്തരവാദികളാകരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാട് നന്നാകണമെങ്കിൽ നമ്മുടെ കമ്മിറ്റി ഉണർന്ന് പ്രവർത്തിക്കണം. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരു ശമ്പളം കൊടുത്ത് ഒരാളെ ഏൽപ്പിക്കുക, അവരെല്ലാം കൃത്യമായി ചെയ്യും. അതിന് നിങ്ങളൊന്നും ഇടപെടണം. നിങ്ങൾ കൃത്യമായ ആ നാടിന്റെ ക്ഷേമ പ്രവർത്തനത്തിൽ, ആ നാട്ടിൽ നടക്കുന്ന വ്യഭിചാരം മറ്റു പ്രവർത്തനത്തിൽ വലക്ക് വന്നിട്ട് എന്താ നോക്കുന്നത്? ആ നാട്ടിൽ മനോഹരമായ പള്ളിയുണ്ടോ, കൃത്യമായ ഉസ്താദർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ, അല്ല കൃത്യമായി ഇമാം ജമാഅത്തോടെ നടക്കും, അതല്ലല്ലോ നോക്കുന്നത്. മലക്ക് വന്ന് നേരെ നോക്കുന്നത് ആ നാട്ടിൽ വ്യഭിചാരം നടക്കുന്നുണ്ടോ, ലഹരി എടുക്കുള്ള അടിമകളുണ്ടോ, മറ്റു പാവങ്ങളെ സംരക്ഷിക്കപ്പെടാതെ അവരെങ്ങനെ വെറുതെ വിട്ടുകയായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മലക്കുകൾ വീക്ഷിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇത് കൃത്യമായി ചെയ്യുന്നെങ്കിൽ നിങ്ങളെ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യാൻ. കൃത്യമായ മറുപടി അള്ളാഹുവിനോട് പറയേണ്ടി വരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാടും സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.